നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF സാരഥികളായ കെ രാജനും ഗീതാ ഗോപിയും ചെത്തുതൊഴിലാളി സമരത്തിന്റെ സ്മരണകളിൽ ജ്വലിക്കുന്ന അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നാട്ടിക നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അന്തിക്കാട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കുന്നംകുളം കാട്ടക്കാമ്പലിൽ DYFI പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ചു. വാർത്തകൾ വിശദമായി. LDF സാരഥികളായ കെ രാജനും ഗീതാ ഗോപിയും ചെത്തുതൊഴിലാളി സമരത്തിന്റെ സ്മരണകളിൽ ജ്വലിക്കുന്ന അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. രാവിലെ അന്തിക്കാട് ചടയമറി സ്മാരകത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ നിരവധി പേർ പങ്കെടുത്തു. കൂലിക്കും തൊഴിലിനുമായി സന്ധിയില്ലാതെ സമരം നയിച്ച പോരാളികളുടെ വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന സമരഭൂവാണ് അന്തിക്കാട്. ഇടതുപക്ഷം വിജയം സുരക്ഷിതമാക്കാൻ പൂർവ്വസൂചികകൾ നൽകിയ ത്യാഗനിർഭരമായ പോരാട്ടവീര്യമാണ് എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ കരുത്തെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥികളായ കെ രാജൻ, ഗീതാ ഗോപി സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അയ്യന്തോൾ ചുങ്കം സെന്ററിൽ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പമാണ് തൃശൂർ കളക്ടറേറ്റ് വരെ പ്രകടനമായി എത്തിയത്. തുടർന്ന് 10:30 കളക്ടറേറ്റിൽ ഭരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ PK ഷാജൻ, TR രമേഷ് കുമാർ, AS ദിനകരൻ, CL ജോയ് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. ചാഴൂർ ചേറ്റക്കുളം സ്വദേശി വലിയ വീട്ടിൽ അഭിറാം എന്നയാളെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ സംഭവത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ ചാഴൂർ വാപ്പുഴ സ്വദേശിയായ കൂട്ടാല വീട്ടിൽ മണികണ്ഠൻ എന്നയാളെ ഈ കേസിലേക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകുന്നതിനായി പോയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ SI സുഭാഷ്, GSCPO അരുൺ രാജ്, സബിത്ത് ബാബു എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും GSCPO അരുൺ രാജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിനാണ് മണികണ്ഠനെയും ഇയാളുടെ മകൻ അക്ഷയ്, ചാഴൂർ വാപ്പുഴ സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ അതുൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. അന്തിക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കുന്നംകുളം കാട്ടക്കാമ്പലിൽ DYFI പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ചു. സ്രായിൽ കടവ് സ്വദേശി വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയിനാണ് പരിക്കേറ്റത്. ചിറയങ്ങാട് സ്വദേശികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ BJP പ്രവർത്തകരാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് പോസ്റ്റിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നടന്നത്. തൃശൂരിൽ യുവതിയെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശിനി 23 വയസ്സുള്ള അനുപ്രിയയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലാലൂർ ജോൺ മത്തായി സെന്ററിൽ അവസാന വർഷ MBA വിദ്യാർത്ഥിനിയാണ്. യുവതിയുടെ കത്ത് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെടുത്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് നാട്ടികയുടെ ഈദ് നിലാവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കവിയും പ്രശസ്ത ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ താരം ഷൈജൻ ശ്രീവത്സൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷാബി അബ്ദുൽ ജബ്ബാർ സ്വാഗതം ആശംസിച്ചു. ആദരിക്കൽ ചടങ്ങ് എഴുത്തിന്റെ 55-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നാട്ടിക മണപ്പുറത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ നന്ദകുമാർ വലപ്പാട്, നാട്ടിക മഹല്ല് പ്രസിഡന്റ് MK ആസിഫ് അലി, നാട്ടിക വലപ്പാട് കുടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി നാരായണൻ, വിൻടെക് അസോസിയേറ്റ് ഡയറക്ടർ ഷംസുദ്ദീൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ട്രെയിനർ CK സുഹാസ് എന്നിവരെയും ആദരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസ മാനേജർക്ക് നേരെ ആക്രമണത്തിൽ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥിക്ക് പരിക്കേറ്റു.
കാലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്യാംലാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 മണ്ണമ്പേട്ട വട്ടനത്തറ സഹകരണ ബാങ്കിനു മുമ്പിലാണ് സംഭവം. സുഹൃത്തായ കല്ലൂർ സ്വദേശിയായ യുവാവാണ് തന്നെ ആക്രമിച്ചതെന്ന് ശ്യാം പറഞ്ഞു. ഇയാൾക്കെതിരെ ശ്യാം വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇയാൾ ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ടതോടെയാണ് ശ്യാമും സുഹൃത്തും വട്ടണത്തറയിലെത്തിയത്. ബാങ്കിന് മുൻപിൽ കാർ നിർത്തി കാത്തുനിൽക്കുന്നതിനിടെ മറ്റൊരു കാറിലെത്തി യുവാവ് ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. നെല്ലുവായി മുണ്ടൻകോട് തോട്ടുങ്ങൽ വീട്ടിൽ സനൂപിനാണ് പരിക്കേറ്റത്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന സനൂപ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറും സ്കൂട്ടറും റോഡരികിലെ കാനയിലേക്ക് മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ സനൂപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേലൂർ നായരങ്ങാടിയിൽ വീണ്ടും അജ്ഞാത ജീവിയെ കണ്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് കോട്ടയത്ത് അനിൽകുമാർ വീടിന്റെ മുൻഭാഗത്ത് ജീവി നിൽക്കുന്നത് കണ്ടത്. അനിൽകുമാറിന്റെ കാലടി ശബ്ദം കേട്ടയുടനെ നായയുടെ വലിപ്പമുള്ള ജീവി ഓടിപ്പോവുകയും ചെയ്തു. തൊട്ടടുത്ത മധുസൂദനൻ ആണ് വ്യാഴാഴ്ച രാവിലെ 5:30 ഇവിടെ ആദ്യമായി അജ്ഞാത ജീവിയെ കണ്ടത്. പുലിയാണെന്ന് സംശയിച്ച് ഇയാൾ വനപാലകരെ വിവരമറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ RRT സംഘം പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്ന ഭാര്യയെ പ്രശ്നം പറഞ്ഞു തീർക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കോടന്നൂർ കൊല്ലാടിക്കൽ വീട്ടിൽ രാഹുലാണ് ഭാര്യ അമ്മാടം വെങ്ങണിശ്ശേരി വിളമ്പത്ത് ഐശ്വര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വഴക്കിനെ തുടർന്ന് ഐശ്വര്യ 7 മാസമായി അവരുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. പ്രശ്നങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞ് ഐശ്വര്യയെ കഴിഞ്ഞ ദിവസം രാത്രി അമ്മാടം ചേറാട്ട് ക്ഷേത്രത്തിന് സമീപത്തേക്ക് രാഹുൽ വിളിച്ചു വരുത്തുകയും സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ സമീപത്തെ പുല്ലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് ഐശ്വര്യയെ വെട്ടുകയായിരുന്നു. പോലീസ് പറഞ്ഞു. ഇവരുടെ ഇടതുകാലിനാണ് വെട്ടേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം ഐശ്വര്യ ചേർപ്പ് സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തുടരുകയാണ്. രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. മുളങ്ങോന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ആൾ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ. പാലക്കാട് തോളന്നൂർ കീഴ്പാല പൂത്തോണി 51 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഇയാൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയത്. വെള്ളിയാഴ്ച രാവിലെ അത്യാഹിത വിഭാഗത്തിലെ ബാത്റൂമിൽ കയറിയ ഇയാൾ മുറി തുറക്കാത്തതിനെ തുടർന്ന് മറ്റു രോഗികൾ വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാഴൂർ കൊട്ടടി വളവിൽ വീണ്ടും അപകടം. അമിത വേഗതയിൽ വന്ന കാർ മതിലിലിടിച്ചു. ആർക്കും പരിക്കില്ല. പുലർച്ചെയാണ് അപകടമുണ്ടായത്. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിന്റെ മുൻഭാഗവും മതിലും തകർന്നു. പുത്തൂർ വീട്ടിൽ വർക്കിയുടെ മതിലാണ് തകർന്നത്. അപകടത്തിന്റെ ശബ്ദം കേട്ട വീട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊട്ടടി വളവിൽ അപകടം പതിവായിട്ടും ചാഴൂർ പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കൊട്ടുടി വളവിന് പടിഞ്ഞാറ് ഭാഗത്തായി ഹമ്പ് നിർമ്മിക്കുകയും വളവിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റോഡ് ഷോയോടെ തുടക്കമായി. ആമ്പല്ലൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ PK ബാബു, VV രാജേഷ്, അരുൺകുമാർ പന്തല്ലൂർ, PB സന്ദീപ്, AG രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തിയാണ് വരണാധികാരി R സംഗീത് പത്രിക നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ, കൃഷ്ണദാസ്, PT ശിവദാസ്, MA ഹാരിസ് ബാബു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ H അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജക മണ്ഡലം ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തിയാണ് വരണാധികാരി R സംഗീതിനും മുമ്പാകെ പത്രിക നൽകിയത്. നേതാക്കളായ O അബ്ദുൾ റഹിമാൻ കുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C ഗോപപ്രതാപൻ, TS സജിത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഉറഞ്ഞുതുള്ളുന്ന കോപനങ്ങളുടെ രൗദ്രതാളം നിറഞ്ഞ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ അശ്വതിക്കാവ് തീണ്ടൽ നടന്നു. ഞായറാഴ്ചയാണ് ഭരണി ആഘോഷം. കുരുമ്പക്കാവിനുമേൽ മാനം ചെമ്പട്ട് പുതച്ചു. കാവു തീണ്ടലിൽ പങ്കെടുക്കാൻ 10,000ങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നത്. ഗുരുവായൂരിൽ ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ.
മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറെ നടവഴി ചാവക്കാട് നഗരം ചുറ്റി തിരിച്ച് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് VR, ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, രാജൻ തറയിൽ, KR ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF കൈപ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ C. സിലി ആന്റണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഇടതുമുന്നണി ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPM മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, മധുരാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ഹൈദ്രോസ് BK, അഡ്വക്കേറ്റ് അരുൺകുമാർ തുടങ്ങിയ നേതാക്കൾ സന്നിഹിതരായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് കെട്ടിവെക്കാനുള്ള തുക മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഏറ്റുവാങ്ങി NDA നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദൻ. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളായ MK ബീതിഹരൻ, സാബു, ഹരീഷ്, സനീഷ്, ചന്ദ്രസേനൻ, രാജു, ശശി, രവി, വേലായുധൻ, ആഘോഷ്, പ്രകാശൻ എന്നിവരാണ് തുക കൈമാറിയത്. രാവിലെ തൃപ്പയാർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രം തന്ത്രി തണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ തിരുമേനിയുടെ അനുഗ്രഹവും വാങ്ങി. മത്സ്യത്തൊഴിലാളികളിൽ നിന്നുള്ള തുകയും ഏറ്റുവാങ്ങിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പുറപ്പെട്ടത്. നേതാക്കളായ റിനി കൃഷ്ണപ്രസാദ്, EP ഹരീഷ്, ഷൈൻ നടിയിരിപ്പിൽ, TG രതീഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള തൊഴിലാളിയുടെ ആദ്യത്തെ കെട്ടിവയ്ക്കുന്നുള്ള പൈസ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനോടുപരിയായി പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ കാക്കുന്ന, നാടിനെ എല്ലാവരും വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പാദത്തിൽ തൊട്ടുകൊണ്ട് ഈ നോമിനേഷൻ പത്രിക കൊടുക്കാൻ പോകുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സാരഥികളായ K. രാജനും ഗീതാ ഗോപിയും ചെത്തുതൊഴിലാളി സമരത്തിന്റെ സ്മരണകളിൽ ജ്വലിക്കുന്ന അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നാട്ടിക നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അന്തിക്കാട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കുന്നംകുളം കാട്ടകാമ്പലിൽ DYFI പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.